ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഓറഞ്ച് ജ്യൂസൊക്കെ ഒഴിച്ച് മുട്ട ഉപയോഗിക്കാതെ പാലൊക്കെ ഒഴിച്ചുള്ള ഒരു കേക്കാണിത്. വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റും, വളരെ ഡെലീഷ്യസുമാണ്. ഓറഞ്ച് മോയിസ്റ്റ് കേക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങളെൻ്റെ അടുക്കളയിലേക്ക് വരിക. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ട്രേ പ്രിപ്പയർ ചെയ്യണം. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പുള്ള ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഏത് ഷേപ്പുള്ള ട്രേ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അല്പം മൈദ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിക്കാതെ വേഗം ഇങ്ങോട്ട് പറഞ്ഞു വരും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് ഈ ട്രേ അങ്ങോട്ട് മാറ്റി വെക്കാം, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം പ്രിപ്പയർ ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം ഒരു അരിപ്പയിലേക്ക് ഇട്ട്. അപ്പം ഞാനിവിടെ മൈദയും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും, ഇത് മൂന്നുമാണ് ഇതിനകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അത് മൂന്നും ഈ അരിപ്പയിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം കൂടുതൽ അതിൻ്റെ എയറേഷൻ ഉണ്ടാകും. അപ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഒരു സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വാനില എസൻസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. എഗ് ബീറ്റർ ഇനി ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ എഗ് ബീറ്റർ ഉള്ള കാരണം എഗ് ബീറ്റർ കൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ എളുപ്പം നമുക്ക് ഇതുപോലെ ക്രീം പരുവത്തിൽ ആയി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന പാലിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെ ഇട്ട് കൊടുക്കണം, ഒരുമിച്ചെല്ലാം കൂടി ഇടരുത്. എന്നിട്ട് സ്ലോലി അത് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ മിക്സ് ചെയ്യാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യരുത്. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും അത് നമ്മൾ നോക്കിക്കോണം. ഇനി ആ ബാക്കി വെച്ചിരിക്കുന്ന പകുതി പാല് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ക്യാൻഡ് ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കണം. ക്യാൻഡ് ജ്യൂസിലൊക്കെ ഷുഗർ കാണും. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ഷുഗർ കുറച്ചെടുത്താൽ മതി. എപ്പോഴും ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ഈ സെസ്റ്റും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പം എൻ്റെ ഈ ഓവന് 180 ഡിഗ്രി 5 മിനിറ്റ് കൊണ്ടാകും. ഓക്കെ. ഇനി ഈ ബാറ്റർ നേരത്തെ നമ്മൾ പ്രിപ്പയർ വെച്ച ട്രേ ഇല്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ലെവലാക്കിയ ശേഷം ഒന്ന് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് എയറൊക്കെ ട്രാപ്പായിട്ടുണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. ഓവൻ പ്രീ ഹീറ്റായി കഴിഞ്ഞെങ്കിൽ ഇനി ട്രേ എടുത്ത് ഓവനിലേക്ക് വയ്ക്കാം. OTG ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരു 9-10 മിനിറ്റ് എടുക്കും. അപ്പോൾ അത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണം. ഞാനിപ്പോൾ ഇവിടെ 45 മിനിറ്റാണ് വെക്കുന്നത്. ഈ ഓവന് 45 മിനിറ്റ് സമയമെടുക്കും. പല ഓവനും
പല ടൈമിംഗ് ആയിരിക്കും, അല്പം വേരിയേഷൻ ഉണ്ടാകും. എനിവേ 40 മിനിറ്റ് ടൈം വേണം ഇതൊന്ന് നന്നായി ബ്രൗൺ കളറായി വരണമെങ്കിൽ. ഇപ്പം 45 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് നോക്കാം ഇനി നമ്മുടെ കേക്ക് റെഡി ആയോ ഇല്ലയോ എന്ന്. ഞാനിപ്പോൾ ഇതിങ്ങോട്ട് എടുക്കുവാണ്. എടുത്തിട്ട് നമുക്കൊരു ടൂത്ത് പിക്കും കൊണ്ടൊന്ന് ജസ്റ്റ് പ്രിക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അത് ടൂത്ത് പിക്ക് ഡ്രൈ ആയിട്ടാണ് വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കേക്ക് റെഡി ആയെന്നാണ്. ഇതുപോലെ ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് വരുന്നത്. ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഈ ട്രേയിൽ നിന്ന് മാറ്റാം. അപ്പം മുട്ടയൊന്നും ഉപയോഗിക്കാതെ അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് മോയിസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്, ഡെലീഷ്യസ് ആണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.